അതുകൊണ്ട് അളിയൻ അവളെ പൊന്നുപോലെ നോക്കണം, അവൾക്ക് അച്ഛനൊന്നും ഇല്ലാത്തതാണ്, അവളെ കരയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട്. പിന്നെ ചേട്ടൻ തന്നെയാണ് ബസ്സേറം കൊണ്ട് വിട്ടതും. പിന്നെ ഞാൻ സുചേട്ടനെ കുറേ നാളിന് ശേഷം ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റിൽ വെച്ചാണ്. സീസൺ 1 കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ സീസൺ 1 ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുചേട്ടൻ ഈ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് നടന്നു വരുവാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അയ്യോ എൻ്റെ പെങ്ങളുട്ടി എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ വൈഫാണ്, കൊല്ലക്കാരിയാണ്, ചന്ദനക്കാവാണ് പുള്ളിക്കാരിയുടെ വീട്, പേര് വീണയാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് വീണയും ഞാനും കൂട്ടായി. അന്ന് തൊട്ട് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം അവൾ വിളിച്ചായിരുന്നു. പിന്നെ കുറേ നാൾ ഞാനും അവളായിട്ട് ഗ്യാപ്പായിരുന്നു, വിളിയൊന്നും ഇല്ലായിരുന്നു. അല്ല വഴക്കല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് മാറി അവരവരുടെ ജീവിതം നോക്കി, നമ്മൾ തന്നെ ചുമ്മാ വെറുതെ. അപ്പൊ എനിക്കറിയത്തില്ല വീണയും സുചേട്ടനും ഡിവോഴ്സായ കാര്യങ്ങളും ഇവര് പ്രശ്നമായതും. രേണുവുമായി ചേർന്ന്, ശ്രുതിയും രേണുവുമായി ചേർന്നുള്ള ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യങ്ങളുമുണ്ട്, മിഥ്യയുമുണ്ട്. മിഥ്യാധാരണ എന്ന് പറയും. ചില സത്യങ്ങൾ ശ്രുതിക്ക് അറിയാം, രേണുവിനും അറിയാം, വീണയ്ക്കറിയാം. പിന്നെ കിച്ചു എന്ന മോനെ കുഞ്ഞായിരിക്കുമ്പോഴാണ് കിച്ചുവിന്റെ അമ്മ വേറൊരാളുടെ കൂടെ പോയത് എന്നാണ് അറിവ്. അപ്പൊ കിച്ചുവിനെ 3 വയസ്സ് വരെ 3 വർഷത്തോളം നോക്കിയിരുന്നത് ഒരു ചേച്ചി. ആ ചേച്ചി കണ്ടതിന് ശേഷമാണ് ശ്രുതിയെ വീണ ഒഴിവാക്കിയതും ശ്രുതി രേണു എന്ന രേഷ്മയെ വിവാഹം കഴിച്ചത്. പാഞ്ചാലനായിരുന്നു എന്നാണ് തോന്നുന്നത്. പാഞ്ചാലി എന്ന് പറയാൻ പറ്റില്ലല്ലോ ശ്രുതിയെ. വീണ ഡൈവോഴ്സിന് കൊടുക്കുകയും 1 വർഷം കഴിഞ്ഞ് അത് ഡൈവോഴ്സ് ആവുകയും ചെയ്തു. അതിനുശേഷം വീണ വേറെ വിവാഹം കഴിച്ചു പോയി. ശ്രുതിയുടെ ആദ്യ ഭാര്യയായ കിച്ചുവിന്റെ അമ്മ വേറൊരുത്തന്റെ കൂടെ പോയി. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ SI ചോദിച്ചു ആരെ കൂടെ പോകുന്നത്. ഞാൻ ശ്രുതിയുടെ കൂടെ പോകുന്നില്ല, ഞാൻ ഈ പയ്യന്റെ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അവരങ്ങനെ പോയി. ആ കുഞ്ഞ് ശ്രുതിയുടെ കയ്യിലായി. അപ്പോഴാണ് അത്ര ശ്രുതി ഈ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചതും അങ്ങനെ ആ കുഞ്ഞിനെ അവര് നോക്കുന്നതും. കിച്ചുവിന്റെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായിട്ട് എഴുതാൻ മാത്രമുണ്ട്. കാര്യം ശ്രുതിയുടെ മകൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യം ആരാണ് 3 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ കുഞ്ഞു വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കാനായ പ്രായം വരെ ആക്കി എത്തിച്ചത് അവരാണെന്ന് പറയുന്നുണ്ട്. ആദ്യ ഭാര്യ തന്നെ മറ്റൊരുത്തനെ കണ്ടെത്തിയതും അവനോടൊപ്പം പോയതും ഒരു കാരണവുമില്ലാണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും നമ്മുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു പുരുഷനാണ് എങ്കിൽ ശ്രുതിയെ വിട്ടിട്ട് കിച്ചുവിന്റെ അമ്മ പോകുകയില്ല. സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെട്ട അവരെ കുഞ്ഞിനെ ഏൽപ്പിച്ചത് ഒരു സഹോദരിയായി കണ്ട് അവരെ ഏൽപ്പിച്ചു. അവര് 3 വർഷത്തോളം കുഞ്ഞിനെ നോക്കി. അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് വീണയെയും കൂട്ടി വന്ന് പരിചയപ്പെടുത്തി. വീണയെ ലീഗലി വിവാഹം കഴിച്ചതാണ്. കിച്ചുവിന്റെ അമ്മയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു. അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ശ്രുതി രേണുവിനെ പരിചയപ്പെടും. നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടും. നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു പരിപാടി, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാവുമ്പോൾ പലരെയും പരിചയപ്പെടും. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടും. ഈ പരിചയപ്പെടലെല്ലാം വിവാഹത്തിൽ ചെന്നെത്തിക്കുന്നത് എന്തിന്? അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ കൂടെ താമസിപ്പിക്കുന്നത് എന്തിനാണ്? അവസാനം പോകുന്നതിന് മുമ്പായിട്ട് രേണുവിനും കിട്ടി ഒരു കുഞ്ഞിനെ. വീണയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെ മരണമെങ്കിൽ ഇതൊന്നും ആരും പുറത്തറിയില്ലായിരുന്നു. വീണയെ വിട്ട് രേണുവിനെ പിടിച്ചു. ശ്രുതിയോടൊരു ചോദ്യം. ജീവിച്ചിരിപ്പില്ലെങ്കിലും ആത്മാവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ആത്മാവിനെ കണ്ടവരാരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനും ആത്മാക്കളെ ഒന്നും കണ്ടിട്ടില്ല. എൻ്റെയൊക്കെ മാതാപിതാക്കൾ മരിച്ചുപോയി. അവരുടെ ഒന്നും ആത്മാക്കളെ ഞാൻ കണ്ടിട്ടുമില്ല. എങ്കിലും പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ശ്രുതിയുടെ ആത്മാവുണ്ടെങ്കിൽ അറിയുന്നുണ്ടോ ഈ രേണു ഇപ്പോൾ പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ? ശ്രുതി ഒരുപാട് പേരിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ട്
പണം വാങ്ങിക്കുന്ന ആള് ഒരു ഡേറ്റ് പറയും നമ്മളോട്, ആ ഡേറ്റിന് ഞാൻ തരാം. ആ ഡേറ്റിന് പണം കിട്ടിയില്ല, തീർച്ചയായും നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും. അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാര്യ, ശ്രുതിയുടെ ഭാര്യ വീണ, പണം വാങ്ങിക്കുമ്പം പരിചയപ്പെട്ടതും പിന്നീട് പണം തിരിച്ചു ചോദിച്ചപ്പോൾ സംസാരിച്ചതുമായിട്ട് വല്ലാതെ വ്യത്യാസമുണ്ട്. അതിനകത്ത് വാക്കുകൾക്കുള്ളൊരു വ്യത്യാസം. ശ്രുതി മരിക്കുന്നതിനേക്ക് മുമ്പ് തന്നെ രേണു ഇതുപോലെ നാക്കിട്ടടിച്ച് പലരുടെയും പണം തിരിച്ചു കൊടുക്കാതെയും കൂടെ കൂട്ടിയത് പണത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ശ്രുതി മരണപ്പെട്ടു, ഇൻഷുറൻസ് തുക കിട്ടും. പണം തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് എല്ലാം സേഫ് ആയല്ലോ. ഇപ്പോ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥലവും ഒരു വീടും എല്ലാം ബിഷപ്പും ഫിറോസും മറുനാടനും എല്ലാവരും ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നുള്ള കുറേ പേരുടെ പണമുണ്ടതില്. 500, 1000, 2000 മുതൽ 1,00,000 വരെ ഉള്ളവരുണ്ട്, കൊടുത്തവരുണ്ട്. 1,00,000 മേലെ കൊടുത്തവരുണ്ട്. ഈ പണമെല്ലാം വെച്ചാണ് ആ വീട്, അത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് രേണു ഇപ്പോഴും വീട് തന്നവരെയും എല്ലാം അസഭ്യങ്ങളും പറഞ്ഞ് ആക്രോശിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടി? ശ്രുതി പോയില്ലേ, ഒരു മകനല്ലേ നിനക്കുള്ളൂ. ഒരു ചാനലിൽ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് കേട്ടു, അച്ഛന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഹാർട്ടിന്റെ, ജോലിക്ക് പോകാൻ പറ്റൂല, അവരെ നോക്കണം, എന്റെ കുഞ്ഞിനെ നോക്കണം എന്ന്. ഈ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കിയോ, അമ്മയോട് തൊഴിലുറപ്പിന് പോകാൻ പറയണം. തൊഴിലുറപ്പിന് പോയാൽ നിശ്ചയിച്ച തുക കിട്ടും. അവിടെയൊക്കെ കുറെ കാട് കയറി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലോ വൃത്തിയാക്കാൻ. അപ്പൊ അമ്മയെ തൊഴിലുറപ്പിന് പറഞ്ഞേക്കാം. അച്ഛൻ വീട്ടിലിരുന്നോട്ടെ, അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ അച്ഛനും ഇരിക്കട്ടെ. എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും വരുമാനമുണ്ടല്ലോ, അവർക്കൊരു ജോലി ഉണ്ടല്ലോ, അവരും നോക്കട്ടെ അച്ഛനെയും അമ്മയെയും. നീ ആ ജന്മം കൊടുത്ത കുഞ്ഞിനെ ഒന്ന് തലോടാനോ സ്നേഹമായിട്ട് അതിനെ ഒന്ന് മടിയിലിരുത്തി അതിനോട് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പുന്നാരങ്ങൾ പറയുക എന്ന് പറയും. നമ്മളെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മളതല്ല വേറൊരു കുഞ്ഞാണെങ്കിലും, അടുത്ത വീട്ടിലെ കുഞ്ഞാണെങ്കിലും നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കും. എന്നുള്ള മലയാളത്തിൽ കൊഞ്ചിക്കുക, ലാളിക്കുക, ലാളന, ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത്. അല്ലാണ്ട് അത് പ്രത്യേകിച്ച് വേറെ വാക്കൊന്നുമില്ല. ചിലര് പറയും ഒരുപാട് പുന്നാരിക്കണ്ട, അതായത് ഇങ്ങനെ കൊഞ്ചിച്ച് കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തണ്ട എന്ന രീതിക്ക്. പക്ഷെ എത്ര ചെറിയ കുഞ്ഞായാലും, ആരുടെ കുഞ്ഞായാലും, ചെറിയ കുഞ്ഞാണെങ്കിലും ഒരു പരിധി വരെ കാണുന്നവർ അതിനെ ലാളിച്ചുകൊണ്ടിരിക്കും. അതൊന്നും തെറ്റല്ല.